Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇത് സാംസങ് J5 LED ഡിസ്പ്ലേ ആണ് വരുന്നത് വെച്ചു. പക്ഷേ ഒരു കാര്യം എന്ന് ഇത് ലോക്കൽ ഡിസ്പ്ലേ ആണ്. അത് TFT ഡിസ്പ്ലേ ആണ്. LCD ഡിസ്പ്ലേ ആണ് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇത് പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ടച്ച് ഇളക്കുന്നതിന് ടച്ച് ഇത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഒരു TFTയുടെ ഒരു ടച്ചിൻ്റെ ഒരു സ്പെയർ ഉണ്ടായിരുന്നു. അത് ഇടാൻ വേണ്ടി ഇതിൻ്റെ ടച്ച് ഇളക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും പോളറൈസർ കട്ടായതാണ്. നിങ്ങൾ വിചാരിച്ചാൽ ഇത്രയും ഭാഗത്ത് ഡിസ്പ്ലേ പോയിട്ടുണ്ട്, ഡിസ്പ്ലേ പോയി എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ തെറ്റാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള പോളറൈസർ എന്ന് പറയുന്ന ഒരു ഫിലിം കട്ടായി പോയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് വന്നത്. അപ്പോൾ മിക്കവാറുമൊക്കെ നമ്മൾ ഡിസ്പ്ലേയിൽ നിന്ന് ടച്ച് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പോളറൈസർ കട്ടായി പോകാറുണ്ട്. കട്ടാവാതെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കട്ടാവാതെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ പണി ഈസിയാണ്. കട്ടായി പോവുകയാണെങ്കിൽ പിന്നെയും ഈ ഒരു പോളറൈസർ ഈ ഡിസ്പ്ലേക്ക് പ്രോബ്ലംസ് വരാതെ ഈ പൊട്ടിപ്പോയി ഈ സൈഡിലെ പോളറൈസറും കൂടി ഇളക്കിയിട്ട് പുതിയൊരു പോളറൈസർ ഇട്ട് ഫിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഇത്തിരി ചിലവും കൂടുതലാണ്, നമുക്ക് പണിയും കൂടുതലാണ്. ഓക്കെ, കുറച്ചും കൂടെ റിസ്കിങ് ഫാക്ടർ കൂടുതലാണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പോളറൈസർ ഫിലിം എന്ന് പറയുന്നത് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഒരു പോളറൈസറിൻ്റെ ഒരു ഗ്ലാസിൻ്റെ കയ്യിരിപ്പുണ്ട്. ഇത് പോളറൈസർ ഗ്ലാസ് ആണ്. അപ്പോൾ ഇത് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇപ്പുറത്തെ ഭാഗത്തും കൂടെ ഡിസ്പ്ലേ വന്നിരിക്കുന്നതായിട്ട് കാണിച്ചു തരാം. പോളറൈസർ ഫിലിം നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കണം. ഏത് പൊസിഷനിലാണ് വരുന്നത് കറക്റ്റ് ആവുന്നത് ആ പൊസിഷൻ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടുതരാം. കണ്ട ഇപ്പം നിങ്ങൾ കണ്ട ഇത് നമുക്ക് ഇപ്പുറത്തും കൂടെ വന്നിരിക്കുന്നതിന് കാണാൻ സാധിക്കും. അതായത് കണ്ട ഈ ഒരു ഡിസ്പ്ലേയുടെ ബാക്കി ഭാഗം കൂടി ഇവിടെ വന്നിരുന്നു. പോളറൈസർ ഫിലിം എടുത്തു കഴിഞ്ഞാൽ കണ്ട ബ്ലാക്ക് ഫുൾ വൈറ്റാണ്. പോളറൈസർ ഫിലിം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാനായിട്ട് വരും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടുതരാം. അപ്പോൾ പലപ്പോഴും ഇതേപോലെ പോളറൈസർ കട്ടായി പോകാറുണ്ട്. കട്ടാകാതെ എടുക്കുക എന്ന് പറയുന്നത് മിക്കവർക്കും എടുക്കാൻ പറ്റും. പക്ഷേ ചില സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയിൽ നിന്നും നമുക്ക് ടച്ച് റിമൂവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഗ്ലാസ്സൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേക്ക് നമ്മൾ റിസ്കിങ് ഫാക്ടർ പറയുന്നത് ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ്. ചിലപ്പോഴൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടും, ചിലപ്പോൾ ഇഷ്യൂസുകൾ വരാറുണ്ട്. ഡിസ്പ്ലേ വല്ല കംപ്ലൈൻ്റ് ആയി പോകാറുണ്ട്. അപ്പം മിക്കവരും ഇതേപോലെ ഡിസ്പ്ലേ ടച്ച് മാറുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസ് മാറുന്ന സമയത്തൊക്കെ നമ്മൾ ഇതേപോലെ റിസ്കിങ് ഫാക്ടർ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇളക്കിയ സ്ഥിതിക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഇട്ടത്. അപ്പോൾ ഇതിനിപ്പം പോളറൈസർ ഇളക്കിയിട്ട് പുതിയ പോളറൈസർ ഇട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ടച്ച് ഉണ്ട്, കോപ്പി ടച്ച് ഉണ്ട്. അതിൻ്റെ ഇളക്കി ഒന്ന് ഇട്ട് നോക്കണം. റെഡി ആകുന്നുണ്ടെങ്കിൽ റെഡിയാകും, ഇല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു കോമ്പോ മാറി സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതും മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം. ബൈ.